നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇഷാൻ കിഷന് പരിക്കുണ്ടോ? ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ കാര്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം കളി ഇവിടെ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് വ്യാപകമായിട്ട് പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇഷാൻ കിഷൻ്റെ പരിക്ക്, അദ്ദേഹം പുറത്തിരുന്നേക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അതിൽ സംഭവിച്ചതെന്നുള്ളത് നോക്കുകയാണ്. ഇന്നലെ നെറ്റ്സിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇഷാൻ കിഷൻ നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്പ്രീത് ബുംറയുടെ ഒരു കിടിലൻ യോർക്കർ ബോൾ അദ്ദേഹത്തിൻ്റെ ടോയിൽ ലാൻഡ് ചെയ്തു, കാലിൽ കൊണ്ടു. വല്ലാത്ത പെയിനിലാണ് ഇഷാൻ കിഷൻ പ്രതികരിച്ചത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം വല്ലാതെ പെയിനായിട്ട് വന്ന് അങ്ങനെ അപ്പുറത്ത് വീണ് കിടന്ന് ഉരുളുന്നൊക്കെയുണ്ട്. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് സമയത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. ഒരു 10 മിനിറ്റൊക്കെ നേരത്തിന് ശേഷം അദ്ദേഹം വീണ്ടും നെറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പരിശീലനം തുടർന്നു. പെയിൻ ഫ്രീ ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. സോ ഇഷാൻ കിഷൻ ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അദ്ദേഹം കളിക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അപ്പോൾ പിന്നെ ചോദ്യമുള്ളത് ആരാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതല്ലേ. അഭിഷേക് ശർമ്മയെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. റിസ്ക് എടുക്കാതിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് ഫീവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, കളിക്ക് മുമ്പ് തന്നെ. എന്നിട്ട് അദ്ദേഹം കളിച്ചു. കളി കഴിഞ്ഞപ്പോൾ ഭയങ്കര വേഴ്സനായി അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇന്ന് ഒന്നുകൂടി അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാൻ തന്നെയായിരിക്കും ടീം മാനേജ്മെൻറ്റ് തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ ഇഷാൻ കിഷനും സഞ്ജു സാംസണും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. മികച്ചൊരു ഇന്നിങ്സ് സഞ്ജുവിൽ നിന്ന് വരിക എന്നുള്ളത് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ലഭ്യമാവുന്ന വിവരങ്ങൾ ഈ പ്ലേയിങ് 11 ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം, വാഷിങ്ടൺ സുന്ദർ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കളിപ്പിക്കാൻ നേരിയ ചാൻസേ ഉള്ളൂ. കാരണം അക്സർ പട്ടേൽ ആണല്ലോ മെയിനായിട്ട് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യേണ്ടത്. സോ അദ്ദേഹത്തെ തന്നെ കീപ്പ് ചെയ്യാനാണ് സാധ്യത. സഞ്ജു സാംസൺ ഈസ് പ്ലേയിങ് ടുഡേയ്സ് മാച്ച്, അതാണ് ലഭ്യമാവുന്ന സൂചനകൾ. ജസ്പ്രീത് ബുംറ ഈസ് ബാക്ക് പ്ലേയിങ് ടുഡേ അഗെയിൻസ്റ്റ് നമീബിയ എന്നുകൂടി ലഭ്യമാവുന്ന വിവരങ്ങളിലുണ്ട്. അതായത് അദ്ദേഹം പൂർണ്ണ ഫിറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം കളിച്ചിട്ടില്ല, വൈറൽ ഫീവർ കാരണം ബുംറ കളിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഫിറ്റാണ്. ഇന്നലെ നെറ്റ്സിലൊക്കെ നന്നായിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. സോ അദ്ദേഹം കളിക്കും. അദ്ദേഹം കളിച്ചാൽ മുഹമ്മദ് സിറാജ് പ്ലേയിങ് ലെവലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെടും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ സംഭവിക്കും. പക്ഷേ ഇഷാൻ കിഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയ്ക്ക് വകയില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.